ഉത്തരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നുണ്ടായ ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചിരുന്നു. കൊച്ചി നെട്ടൂരിലാണത്. ഭക്ഷണശാലയിൽ നിന്ന് ഓർഡർ ചെയ്ത ബർഗറിനുള്ളിൽ ജീവനുള്ള പുഴു. നെട്ടൂർ സ്വദേശി നീതു പരാതി നൽകി. സംസം ജ്യൂസി എന്ന ലഘു ഭക്ഷണശാലയ്ക്കെതിരെയാണ് പരാതി. വിവരം സ്ഥാപനത്തിലെ ജീവനക്കാരെ അറിയിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. സജോ ദേവസ്യ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. നല്ല പച്ച നിറമുള്ള കുഞ്ഞി പുഴുവാണ്, നല്ല ഫ്രഷായി ഒപ്പം എത്തിയതുമാണ്. നെട്ടൂർ സ്വദേശി നീതു എപ്പോഴാണ് ഈ പാഴ്സൽ വാങ്ങിയത്? സുജയ, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം. നെട്ടൂർ INTUC ജംഗ്ഷനിലുള്ള സംസം ജ്യൂസി എന്ന ലഘുഭക്ഷണ ശാലയാണ്. അവിടെ ഇത്തരത്തിലുള്ള ന്യൂജൻ ഫുഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ബർഗർ, സാൻഡ്വിച്ച്, സമാനമായ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി കാര്യമായി കഴിക്കാം എന്ന് കരുതി ഓർഡർ ചെയ്തതാണ്. പക്ഷേ കിട്ടിയപ്പോൾ പ്ലേറ്റിലെത്തി നോക്കുമ്പോഴാണ് ഒരു ചലനം, ഒരു അനക്കം കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ജീവനുള്ള പുഴുവാണ്. അത് പിന്നീട് അപ്പോൾ തന്നെ ഈ യുവതി പറയുന്നത്, നീതു നെട്ടൂർ സ്വദേശിനി തന്നെയാണ്, അപ്പോൾ തന്നെ ഇത് അവിടെയുള്ള ആ സ്ഥാപനത്തിലുള്ള ആളുകളോട് പറഞ്ഞു. പക്ഷേ അവർ പരിഗണിക്കാതെ അവഗണിച്ച് ഒഴിവാക്കി വിടുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം പുറത്തേക്ക് പറഞ്ഞത്, ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആരോഗ്യ വിഭാഗവുമായൊക്കെ ആശയവിനിമയം നടത്തി. അവർ ഇക്കാര്യത്തിൽ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമാനമായി ഇങ്ങനെ മോശം ഭക്ഷണം, വൃത്തിഹീനമായ ഭക്ഷണം അല്ലെങ്കിൽ കേടായ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് നിരവധി പരിശോധനകളൊക്കെ ചില വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സജീവമായി നഗരത്തിനും പുറത്തും, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ബർഗറിലേക്ക് അല്ലെങ്കിൽ ആ പ്ലേറ്റിലേക്ക് വന്നതാണെന്ന് തോന്നുന്നു. കാരണം പാകം ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഈ ബർഗറിൽ ആദ്യത്തെ ടോപ്പിംഗ് ഒക്കെ തേക്കുമ്പോൾ തന്നെ ഈ പുഴുവിനെ കാണുമല്ലോ. പുഴുതാ പുറത്തുനിന്ന് ബർഗറിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്നുകിൽ പാത്രം കഴുകിയിട്ടില്ല, അല്ലെങ്കിൽ ആ ടേബിളിൽ നിന്ന് കയറി. സെർവ് ചെയ്ത സമയത്തുണ്ടായതും ആകാൻ സാധ്യതയില്ലേ? സുജയ, നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭക്ഷണ വിഭവം കേടായതുകൊണ്ട് സംഭവിച്ചതായിരിക്കാൻ വഴിയില്ല. പക്ഷേ ഇത് തയ്യാറാക്കുന്ന ഇടം മോശമായതുകൊണ്ടായിരിക്കാം. ആ സ്ഥലത്ത്, ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആ ടേബിളിലോ, വിതരണം സെർവ് ചെയ്ത ടേബിളിലോ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഇടത്തോ മറ്റെവിടെയെങ്കിലും വെക്കുമ്പോഴോ സംഭവിച്ചതാകാനാണ് കൂടുതൽ സാധ്യത. അതായത് ജീവനുള്ള പുഴു, അങ്ങനെ അതായിരിക്കാനാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. അതായത് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ മാത്രമല്ല, അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ എത്രമാത്രം ക്ലീൻ ആയിരിക്കണം, അത് എത്രത്തോളം ഹൈജീൻ ആയിരിക്കണം എന്നതിൻ്റെ ഒരു തെളിവാണ്, ഒരു സൂചനയാണിത്. കാരണം അത് തയ്യാറാക്കുന്ന ഇടം, തയ്യാറാക്കുന്ന ടേബിൾ, അത് സെർവ് ചെയ്യാൻ പോകുന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും സ്ഥലത്തും സമാനമായി ഇങ്ങനെ മോശം വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അവശിഷ്ടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇത്തരം പുഴു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ കാരണം ഈ ബർഗർ തയ്യാറാക്കുന്നത് അപ്പോൾ തന്നെ ചൂടാക്കിയൊക്കെയാണല്ലോ സെർവ് ചെയ്യുക. അപ്പോൾ പുറത്തുനിന്ന് കയറിയിരിക്കാനാണ് സാധ്യത എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അനുമാനിക്കുന്നത്. പരാതിയിൽ എന്നതുകൂടി നോക്കൂ. കടയുടമകളോ ഒന്നും പറഞ്ഞില്ല. ഇനിയിപ്പോൾ ഈ പരാതിയിൽ, നെട്ടൂരിൽ നിന്ന് വന്ന ഈ ജീവനുള്ള പുഴു കയറിയ ബർഗറിന്റെ പരാതിയിൽ എന്താണ് നടപടി എടുക്കുന്നത് എന്നതുകൂടി അറിയണമല്ലോ. കാരണം പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും പരാതിപ്പെടാൻ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. വെറുതെ സമയം കളയാമെന്ന് മിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് അവഗണിച്ച് പോകുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. താങ്ക് യു സജോ ദേവസ്യ. നമുക്കൊരു ചെറിയ ഇടവേള